എൻ്റെ സ്റ്റുഡൻസിന് പറഞ്ഞു കൊടുക്കുമ്പോൾ എനിക്ക് ആദ്യം തുടങ്ങുമ്പോൾ വിചാരിക്കും കുറച്ച് പറഞ്ഞാൽ മതി എന്ന്. പക്ഷേ കുറച്ചുകൂടെ കഴിയുന്ന സമയത്ത് ഒരു മനസ്സിലാക്കുന്നതിനകത്ത് പിന്നെയും പാളിച്ചുണ്ടാവും. അവർ ഓൾറെഡി പഠിച്ചിട്ടായിരിക്കും വരും, പക്ഷേ പറഞ്ഞു കൊടുക്കുമ്പോൾ പിന്നെയും തെറ്റും. അപ്പോൾ എൻ്റെ രണ്ട് കാര്യങ്ങൾ പോകുന്നത്, ഒന്ന് ഹൈ ലെവൽ എക്സ്പ്ലനേഷനും പിന്നെ ലോ ലെവൽ എക്സ്പ്ലനേഷനും ഉണ്ട്. അപ്പം ഹൈ ലെവൽ എന്താ ലോ ലെവൽ എന്താന്ന് പറഞ്ഞാൽ ആൾക്കാർക്ക് മനസ്സിലാവുന്നില്ല ഇപ്പം. അപ്പോൾ എല്ലാവരും വേഗം ടെക്നിക്കൽ ടേമല്ലെന്ന്. ശരിക്കും അത് സിമ്പിളാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഹൈ ലെവൽ എന്ന് പറഞ്ഞാൽ ഒരു സിനിമ കഥ പറയുന്ന പോലെയാണ്. ഇപ്പോൾ ദൃശ്യത്തിൻ്റെ കഥ പറയുകയാണെങ്കിൽ, കൊലപാതകം ചെയ്ത മകളെ രക്ഷിക്കുന്ന അച്ഛൻ, അയാൾ അതിനുവേണ്ടി ഓടുന്ന നിരക്ഷരൻ, അത് 4ാം ക്ലാസ് വിദ്യാഭ്യാസമുള്ള സിനിമാ പ്രേമിയായ അച്ഛൻ നടത്തുന്ന തേരോട്ടം. അതാണ് ദൃശ്യത്തിൻ്റെ കഥ. കഴിഞ്ഞു. ഒറ്റ മിനിറ്റിൽ പറഞ്ഞു തീർക്കാൻ പോലും ഇല്ല ആ സാധനം. അതാണ് ഹൈ ലെവൽ. ഹൈ ലെവൽ പറയുന്നത് ഈ പറഞ്ഞ കമ്പനിയുടെ ഒബ്ജക്റ്റീവ്സ് എന്താണ്, കോഴ്സിൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്താണ്, നിങ്ങളുടെ മിഷൻ, വിഷൻ, വാല്യൂസ് എന്താണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ വെച്ച് തീർന്നു. അപ്പോൾ നമ്മളൊരു സിഇഒക്ക് എന്തിനാണ് ഈ വിഷനൊക്കെ ഇടുന്നതിനോട് ഇത്രയും പൈസ കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ ആ വിഷണറി ലീഡർ രണ്ടാമൊരു മാനേജിങ് ഡയറക്ടറായി മാറുന്നൊരു സമയമുണ്ട്. അതാണ് നമ്മുടെ ലോ ലെവൽ കോഡിങ്, അതായത് സ്ക്രിപ്റ്റ് എഴുതുന്ന ഭാഗം എന്ന് വെച്ചാൽ, നമ്മൾ എഴുതി വച്ചേക്കുന്ന എന്തിനാണ് മകൾ കൊന്നത്, ആരെയാണ് കൊന്നത്, എന്താണ് സാഹചര്യം, അവർ തമ്മിൽ എന്താണ് സംസാരിച്ചത്, സിനിമയുടെ ആംഗിൾ എവിടെ നിന്ന് എന്ന് വെച്ചാൽ ക്യാമറ എവിടെ വെച്ചേക്കുന്നു, മ്യൂസിക് ഏത് ഇൻറ്റൻസിറ്റി വേണം, ഇമോഷൻ ഏത് കൊടുക്കണം, ആൾക്കാരെ എങ്ങനെ അഭിനയിപ്പിക്കണം എന്ന് പറഞ്ഞു കൊടുക്കുന്ന ഒരു ഡീറ്റെയിൽഡ് 10-40 എത്ര പേജാണ് എനിക്കതില്ല, പേജുകൾ നിറയുന്ന കുറേ കഥകളുണ്ട്, തിരക്കഥകളുണ്ട്. ആ തിരക്കഥകളിലേക്ക് വരുമ്പോൾ നമ്മൾ ലോ ലെവലായി. എങ്ങനെയാണ് ഇത് എക്സിക്യൂട്ട് ചെയ്യേണ്ടത്? ഇപ്പം ബിസിനസ്സിൻ്റെ കേസിലാണെങ്കിൽ ബിസിനസ് ഓപ്പറേഷൻസ് എങ്ങനെ നടത്തണം, സെയിൽസ് എങ്ങനെ നടത്തണം, മാർക്കറ്റിംഗ് നടത്തണം, ബോർഡ് മീറ്റിംഗ്സ് എങ്ങനെ നടത്തണം എന്ന് പറയുന്നതാണ് ശരിക്കും എക്സിക്യൂഷൻ. അപ്പോൾ ഹൈ ലെവൽ മനസ്സിലായെങ്കിലേ ലോ ലെവൽ മനസ്സിലാവുള്ളൂ. അപ്പോൾ ഞാൻ ആദ്യം പറയുന്നത് ഹൈ ലെവലും, പിന്നെ വേണമെങ്കിൽ ഹൈ ലെവൽ മനസ്സിലായിട്ടുണ്ടെങ്കിൽ മാത്രം ലോ ലെവൽ പോകുന്നത്. അപ്പോൾ എന്തിനാ വെറുതെ എനർജി കളയുന്നത്? അപ്പോൾ ബിസിനസ്സിൽ മാത്രമല്ല, ടെക്നോളജിയിൽ മാത്രമല്ല ഹൈ ലെവൽ ലോ ലെവൽ എന്നുള്ളത്, അതെല്ലാ മേഖലയിലുണ്ട്. ബിസിനസ്സിലുണ്ട്, സിനിമയിലുണ്ട്, കോഡിങ്ങിലുണ്ട്, വേറെ എവിടെയൊക്കെയാണോ ഈ പറഞ്ഞ ചെറിയ കഥകൾ പറയാൻ പറ്റുന്ന എല്ലായിടത്തും ഉണ്ട്. പിന്നെ ലോ ലെവലിലേക്ക് ഇറങ്ങുമ്പോൾ നിങ്ങൾ കുറച്ച് കഷ്ടപ്പെടും. അപ്പോഴാണ് നിങ്ങൾ ടെക്നോളജിയെക്കുറിച്ച് അറിയേണ്ടതും, ഫ്ലോ ഡയഗ്രാമും ഇൻ്റഗ്രേഷൻസും ഡിപ്പെൻഡൻസീസും ഇൻ്റർഫേസസും എല്ലാം അറിയേണ്ടത്. അപ്പോൾ അവിടെയാണ് നമ്മൾ കുറേ അത് ശരിക്കും പറഞ്ഞാൽ കോഡിംഗ് എന്ന് പറഞ്ഞാൽ ഒരു ടെക്നോളജി നിർത്താൻ പറ്റില്ലെന്നേ എല്ലാവരും പറയും. ഇത് പഠിച്ചാൽ എന്തൊക്കെ പഠിക്കാം, അങ്ങനൊന്നുമില്ല.